പല രക്ഷിതാക്കളുടെയും സന്തോഷവും വെല്ലുവിളികളുമെല്ലാം അവരുടെ കുട്ടികളുടെ വിജയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുട്ടികളെക്കുറിച്ചുള്ള ഇത്തരം ആഗ്രഹങ്ങൾ രക്ഷിതാക്കൾക്കിടയിൽ മത്സരത്തിനും കാരണമാകാറുണ്ട്. സ്വന്തം കുട്ടിയുടെ നേട്ടങ്ങൾ എണ്ണിപ്പറയാൻ വല്ലാത്ത ആവേശം കാണിക്കുന്ന മാതാപിതാക്കളുണ്ട്. മറ്റു കുട്ടികളുമായി സ്വന്തം കുട്ടികളെ താരതമ്യപ്പെടുത്തി മറ്റുള്ളവരുടെ മക്കളെക്കാൾ കേമന്മാരാണ് തങ്ങളുടെ മക്കളെന്ന് തെളിയിക്കേണ്ടത് ഒരു അത്യാവശ്യമായി മാറുന്ന തരത്തിൽ ഈ ആവേശം ചെന്നെത്താറുണ്ട്. ഈ മത്സരങ്ങൾ രക്ഷിതാക്കൾക്കിടയിൽ ശത്രുതയും കുട്ടികൾക്കിടയിൽ കടുത്ത മാനസിക പ്രശ്നങ്ങളും സൃഷ്ടിക്കും. ഈ അവസ്ഥയെ പാരന്റൽ വൺ അപ്മാൻഷിപ്പ് എന്ന് വിളിക്കാം. കുട്ടികളുടെ നേട്ടങ്ങൾ, അക്കാദമിക് പ്രകടനങ്ങൾ, പാഠ്യേതര നേട്ടങ്ങൾ, തങ്ങളുടെ രക്ഷാകർത്ത ശൈലി തുടങ്ങിയവ താരതമ്യം ചെയ്തുകൊണ്ട് പല രക്ഷിതാക്കളും ഈ മത്സരബുദ്ധി പ്രകടിപ്പിക്കാറുണ്ട്. പാരന്റൽ വൺ അപ്മാൻഷിപ്പ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെയും ഈ മത്സരത്തിന് ഇരകളാകുന്ന കുട്ടികളെയും സാരമായി ബാധിക്കും. അതോടൊപ്പം ഈ മത്സരം പലപ്പോഴും കുടുംബത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുകയും സമൂഹത്തിനുള്ളിലെ ബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കുകയും ചെയ്തേക്കാം. ഈ കിടമത്സരത്തിന്റെ ആദ്യ ഇരകൾ മാതാപിതാക്കൾ തന്നെയാണ്. രക്ഷാകർതൃത്വവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കാതെ വരും. കാരണം കുട്ടികളുടെ മികവ് പുറത്തെടുക്കുന്നതിന് പകരം മറ്റു കുട്ടികളുമായി താരതമ്യപ്പെടുത്തുന്നതിലായിരിക്കും മാതാപിതാക്കളുടെ ശ്രദ്ധ. പരസ്പരം പിന്തുണ നൽകേണ്ട മാതാപിതാക്കൾ തമ്മിൽ അനാവശ്യ സ്പർദ്ധയും അസൂയയും ഉടലെടുക്കുന്നു. അത്തരം ശ്രമങ്ങളിൽ സാമ്പത്തിക ബാധ്യതകൾ പോലും ഉണ്ടാകാം. ചുരുക്കത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഗുണമില്ലാത്ത അനാവശ്യ മത്സരങ്ങളിൽ രക്ഷിതാക്കൾ കുടുങ്ങിപ്പോകുന്നു. മാതാപിതാക്കൾക്കിടയിലുള്ള ഈ മത്സരത്തിൽ പലപ്പോഴും വലിയ വില കൊടുക്കേണ്ടി വരുന്നത് നിരപരാധികളായ കുട്ടികളാണ്. മത്സരത്തിന്റെ ഫലമായി കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന അനാവശ്യമായ ശത്രുതയും മത്സരത്തിൽ വിജയിക്കാനുള്ള ഉയർന്ന സമ്മർദ്ദവും തോറ്റുപോകുമോ എന്ന ഉത്കണ്ഠയും വികലമാക്കപ്പെടുന്ന ആത്മാഭിമാന ബോധവും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം. കുട്ടികളുടെ അക്കാദമിക് നേട്ടങ്ങളും പാഠ്യേതര നേട്ടങ്ങളും അവരുടെ വ്യക്തിഗത നേട്ടങ്ങളല്ല, മറിച്ച് മാതാപിതാക്കളുടെ കിടമത്സരത്തിന്റെ മൂല്യനിർണ്ണയത്തിനുള്ള അളവുകോലുകളായി മാറുന്നു. മാതാപിതാക്കളുടെ മത്സരം കുടുംബത്തിൽ അവസാനിക്കുന്നില്ല. അത് സാവധാനം പിരിമുറുക്കത്തിന്റെയും താരതമ്യത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുകയും സമൂഹത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. ഇത് രക്ഷിതാക്കൾക്കിടയിലുള്ള ബന്ധം വഷളാക്കുകയും തുറന്ന ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുകയും പരസ്പരമുള്ള ഐക്യത്തെയും സഹായ മനോഭാവത്തെയും മോശമായി സ്വാധീനിക്കുകയും ചെയ്യുന്നു. രക്ഷിതാക്കൾക്ക് പരസ്പരം പിന്തുണ നൽകാനോ പ്രോത്സാഹിപ്പിക്കാനോ സാധിക്കാതെ വരുന്നു. പാരന്റൽ വൺ അപ്മാൻഷിപ്പ് അതിജീവിക്കാൻ ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ കുട്ടികൾ വിജയിക്കുന്നത് കാണാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് മറ്റു കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടുമുള്ള ഈ മത്സരം ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയണം. മറ്റു കുട്ടികളെ പോലെ സ്വന്തം കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്നവരല്ല, സ്വന്തം കുട്ടികളുടെ ആഗ്രഹങ്ങളും അഭിരുചികളും തിരിച്ചറിഞ്ഞ് ആ വഴിയിലൂടെ അവരെ കൈപിടിച്ച് നടത്തുന്നവരാണ് നല്ല മാതാപിതാക്കൾ. അവിടെ മറ്റുള്ള കുട്ടികളുമായി താരതമ്യമല്ല, സ്വന്തം കുട്ടിയുടെ മികവ് പുറത്തെടുക്കുകയാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം എന്ന് മറക്കരുത്. മാതാപിതാക്കൾ ഓരോ കുട്ടിയുടെയും വ്യക്തിത്വത്തെ അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. കുട്ടികളെ താരതമ്യം ചെയ്യുന്നതിന് പകരം കുട്ടിയുടെ വ്യക്തിഗത പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. സ്കൂളുകളിലും മറ്റും PTA പോലെയുള്ള നിരവധി പ്ലാറ്റ്ഫോമുകൾ നന്നായി ഉപയോഗപ്പെടുത്താനാവണം. പരസ്പരം മത്സരിക്കുന്നതിന് പകരം കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും പരസ്പരം സഹായിക്കാനാകുന്ന വേദികളായി ഇത്തരം കൂട്ടായ്മകൾ മാറണം. മാതാപിതാക്കൾക്ക് ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ മികച്ച അറിവുകൾ ലഭിക്കുന്നത് അനാവശ്യമായ താരതമ്യങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് മാത്രമല്ല, പരസ്പരം സഹായിക്കുന്നതിനുള്ള അവസരങ്ങൾ സഹകരണത്തിന്റെ ഒരു സംസ്കാരം സൃഷ്ടിക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക, മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഔട്ട് ഫ്രം ദ ഗ്രോയിങ് പാരൻസ്. താങ്ക് യു.